അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളിൽ ഒരാഗ്രഹമാണ്, വലിയൊരു ആഗ്രഹങ്ങളിൽപ്പെട്ട ഒരാഗ്രഹമാണ് നമ്മുടെ മക്കൾ നന്നായി കിട്ടുക, സ്വാലിഹായ മക്കളായി കിട്ടുക എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിനുള്ള ഒരു എളുപ്പ വഴി ഇൻഷാ അല്ലാഹ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മുണ്ട്. ആ അമൂല്യമായ ആ ഇസ്മിനെ പതിവാക്കിയാൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. ആ ആഗ്രഹം നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. സ്വാലിഹായ സന്താനം ലഭിക്കാൻ കൊതിക്കുന്നവർ ഭാര്യയുമായി നല്ല സ്വാലിഹായ ഒരു മക്കളുണ്ടാവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ആ വിരിപ്പിലിരുന്നു കൊണ്ട് അസ്മാഉൽ ഹുസ്നയിലെ ഈ ഇസ്മു 100 പ്രാവശ്യം ചൊല്ലിയ ശേഷം ബന്ധപ്പെടുക. ബിസ്മിയും ഹംദും സ്വലാത്തും ചൊല്ലിയതിന് ശേഷം യാ മുത്തകബ്ബിറു യാ അല്ലാഹ് എന്ന ഈ ഇസ്മു 100 പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് ബന്ധപ്പെടുക. ഒപ്പം എല്ലാ ദിവസവും മനസ്സാന്നിധ്യത്തോടു കൂടി ആവശ്യം മനസ്സിൽ കരുതി എല്ലാ ദിവസവും ഇപ്പം ഉള്ള മക്കൾ സ്വാലിഹായി കിട്ടാൻ വേണ്ടിയിട്ട് മനസ്സാന്നിധ്യം കൈവിടരുത്. മനസ്സിൽ ആ നിയ്യത്ത് വെച്ചുകൊണ്ട് നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് അക്ഷരസംഖ്യക്ക് പ്രകാരം യാ മുത്തകബ്ബിർ എന്നുള്ള ആ ഇസ്മിൻ്റെ അക്ഷരസംഖ്യക്ക് പ്രകാരം മുടങ്ങാതെ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ ഒരു ഇതെന്താക്കി തരും, നിറവേറ്റി തരും എന്നുള്ളതാണ്. അപ്പോൾ അക്ഷരസംഖ്യ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്ഷരസംഖ്യ മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ അതിന് ആ അക്ഷരസംഖ്യയുടെ ലിസ്റ്റിംഗ് തരാം. അപ്പോൾ യാ മുത്തകബ്ബിർ എന്നുള്ള ഈ ഇസ്മിൽ യാക്കൊരു നമ്പർ ഉണ്ടാവും, മീമിനൊരു നമ്പർ ഉണ്ടാവും, താവിനൊരു നമ്പർ ഉണ്ടാവും, കാക്കൊരു നമ്പർ ഉണ്ടാവും, ബാ റാ ഇതിനൊക്കെ ഓരോ നമ്പറുണ്ട്. ആ നമ്പർ എല്ലാം കൂടി കൂട്ടി കിട്ടുന്ന ആ സംഖ്യക്ക് പ്രകാരം എന്ത് ചെയ്യുക, ഈ ഇസ്മിനെ പതിവാക്കി ചൊല്ലിയാൽ ഉള്ള മക്കൾ സ്വാലിഹ്യങ്ങളായി കിട്ടാൻ കാരണമാകും. നമ്മുടെ ആ ആഗ്രഹം നിറവേറ്റി കിട്ടും. അതുപോലെ ഇനി ഉണ്ടാകുന്ന കുട്ടിക്ക് സ്വാലിഹായ മക്കളെ കിട്ടാൻ വേണ്ടിയിട്ട് ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് 100 പ്രാവശ്യം വീതം പതിവാക്കി ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഈ ടെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, യൂട്യൂബിൻ്റെ മെസ്സേജ് പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാ മക്കളെയും സ്വാലിഹായ മക്കളാക്കി തീരുമാറാകട്ടെ. ജനിക്കുന്ന കുട്ടികൾ അല്ലാഹു സ്വാലിഹായ മക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തീരുമാറാകട്ടെ. ഉള്ള മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എല്ലാ ദുഷിച്ച സ്വഭാവങ്ങളും മാറ്റി നല്ല സ്വഭാവം നൽകുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ ദുആ ചെയ്യുകയാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.